അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ 32 ആയത്ത് വരെ സൂറത്തു യാസീൻ നമ്മൾ ഓതി മനസ്സിലാക്കി അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് 33ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ وأخرجنا منها حبا فمنه يأكلون. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. വ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചുണ്ട് കൂർപ്പിച്ച് പറയണം കേട്ടോ. ഓതണേ. ആൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. നമ്മളവിടെ എന്ത് ചെയ്യണം? രണ്ടനക്കം നീട്ടി ഓതണേ. തെൻവീൻ, തൻ്റെ മുകളിൽ 2 ലൊമ്മ അല്ലേ? തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ലാമു വരികയാണെങ്കിൽ, നമ്മൾ തൊട്ട് മുമ്പുള്ള ആയത്തുകളിലൊക്കെ നമ്മൾ പറഞ്ഞു, തെൻവീനിന് ശേഷം ലാമു വരികയാണെങ്കിലും റൊ വരികയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കരുത് അല്ലേ? ഇവിടെ എങ്ങനെ ഓതുക? വആയതുൽ ലഹുമുൽ അർദു. ഓക്കെ, വആയതുൽ ലഹുമു. ഓക്കെ, ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട് കേട്ടോ. വആയതുൽ ലഹുമു. ഓക്കെ, ലഹുമുൽ അർദു. അർദു ദാദ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ദാദ് അല്ലേ? അപ്പോൾ അർദു ഉയർത്തി പറയണം കേട്ടോ അതിനെ. അർദു. അർദുൽ മൈതതു. മൈതതു അഹ്യൈനാഹാ. ഇനി സുക്കൂനുണ്ട്. ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. അഹ്യൈനാഹാ. നാൻ്റെ ഉള്ളിലൊരു അലിഫ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നാനെ 2 അനക്കം നീട്ടി കൊടുക്കണേ. അഹ്യൈനാഹാ. ഇവിടെ ഹനുണ്ട് അലിഫ് മദ്, 2 അനക്കം നീട്ടി കൊടുക്കുക. ഇന് സുക്കൂനുണ്ട്. ഹ തൊണ്ടയിൽ നിന്നും വരുന്ന ലെറ്ററാണ്, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നും വരുന്ന ലെറ്ററാണ് ഹ. ശ്രദ്ധിച്ചു പറയാ കേട്ടോ, ശ്രദ്ധിച്ചോദ്യ. ഹാഫ് സുക്കൂൻ കൊടുത്താൽ മതി കേട്ടോ. അഖ്റജ്ന. ജീമിന് ഫുള്ള് സുക്കൂന് കൊടുക്കണം, നമ്മൾ പഠിച്ചതാണ് അല്ലേ? ജീമിന് ഫുള്ള് സുക്കൂന് കൊടുക്കണം. സുക്കൂന് വന്നാൽ ജ്. വഅഖ്റജ്ന. ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. മിൻഹ. ഇവിടെയും 2 അനക്കം നീട്ടി കൊടുക്കുക. ഓക്കെ, മിൻഹ ഹബ്ബൻ. ഇവിടെ നമ്മൾ ബഇന് ശ്രദ്ധയുണ്ട്, ഒന്ന് കട്ടി കൂട്ടി കൊടുക്കണം. പിന്നെ അതുപോലെ ഹബ്ബൻ എന്നോതില്ല. 2 ഫത്ഹായും ഒരുമിച്ചല്ലല്ലോ വന്നിട്ടുള്ളത്, അല്ല അല്ലേ? 2ഉം വേറെ വേറെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ എങ്ങനെ ഓതും? ഹബ്ബൻ. ഹബ്ബൻ. നാവ് മുകളിൽ തട്ടാതെ വേണം പറയാനായിട്ട് കേട്ടോ. ചുണ്ടിൻ്റെ പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് ഓതിയാലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. ഫമിൻഹു യഅ്കുലൂൻ. യഅ്കുലൂൻ എന്ന് ഓതരുത് കേട്ടോ. ഹഫ് സുക്കൂന് മതി. യഅ്കുലൂൻ. ഓക്കെ, നീട്ടി ഓതി നിർത്തുക കേട്ടോ. യഅ്കുലൂൻ. 34ാമത്തെ ആയത്ത്. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ഓക്കെ, തജ്വീദ് ഒന്ന് നോക്കാം. വജഅൽന. നൂനിന് 2 അനക്കം നീട്ടണം കേട്ടോ. അലിഫ് മദ് ഉണ്ട്. ഫീഹ. ഇവിടെയും അതേപോലെ തന്നെ യാ മദ് ഉണ്ട്, 2 അനക്കം നീട്ടി കൊടുക്കുക. ഫീഹ എന്ന് പറയുമ്പം അലിഫ് മദ് ഉണ്ട്, അവിടെയൊക്കെ 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. വജഅൽന ഫീഹ ജന്ന. നൂനിന് ശ്രദ്ധയും ഉണ്ട്, ഉള്ളിൽ കുഞ്ഞൊരു അലിഫ് മദ്ദും വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ 2 അനക്കം നീട്ടുകയും വേണം, കനപ്പിക്കുകയും വേണം. അപ്പം എങ്ങനെ ഓതും? ജന്ന. ജന്നത്തിൻ. തിൻ്റെ അടിയിൽ 2 കെസ്ര വന്നിട്ടുണ്ട് അല്ലേ? 2 തീൻ എന്ന് അവിടെ ഓതില്ല കേട്ടോ.
ഈ തെൻവീനിന് ശേഷം മീമാണ് വന്നിരിക്കുന്നത്. മീം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്തോതണം, മണിച്ചു കൂട്ടിച്ചേർക്കണം. ജന്നതിമ്മി ജന്നതിമ്മി. ഓക്കെ, ഇങ്ങനെ കൂട്ടിച്ചേർക്കുക കേട്ടോ. മിന്ന, നൂനിന് ശേഷം മീമു വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടിച്ചേർത്തോതണം. ഓക്കെ, മിന്ന. ഓക്കെ, മിന്നഖീൽ, നഖീ. ഖിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടുക കേട്ടോ. നഖീ, മിന്നഖീലിൻ വ. തൻവീനിന് ശേഷം വാവ് വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്തോതണം എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഓതും? മിന്നഖീലിൻ വ. ഓക്കെ, വഅനബിൻ, ഐൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്. ഫുൾ സുക്കൂന് കൊടുക്കരുത്, ഹാഫ് സുക്കൂൻ. വഅനബിൻ വ. കണ്ടോ, ഇവിടെയും നമ്മൾ തൻവീനിന് ശേഷം വാവ് വന്നതുകൊണ്ട് മണിച്ചു കൂട്ടിച്ചേർത്തോതി. വഅനബിൻ വ, വഅനബിൻ വ. ഓക്കെ, വഫജ്ജർന, ജിമിന്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുക കേട്ടോ. വഫജ്ജർന. ഫീഹ, ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടി കൊടുക്കുക. ഫീഹ, വഫജ്ജർന ഫീഹ. മിനൽ ഉയൂൻ, മിനൽ ഉയൂൻ. ഐനാണ് ഉ. ഉയൂൻ നീട്ടി ഓതുക കേട്ടോ. 35-ാമത്തെ ആയത്ത്. ലിയകുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു അഫലാ യശ്കുറൂൻ. തജ്വീദ് ഒന്ന് നോക്കാം. ലിയകുലൂ, ലിയ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ഹംസന്റെ മുകളിൽ സുക്കൂന് വരുമ്പം പഠിച്ചതാണ്, നമ്മൾ കുറേ സ്ഥലത്ത് പറഞ്ഞതുമാണ്. ഹംസന്റെ മുകളിൽ സുക്കൂന് വരുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ലിയ, ലിയ, ലിയ കുലു. ഇവിടെ നോക്കൂ, ലാമിന്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കണേ. കുലു. മ്യൂ, നൂന്റെ മുകളിൽ സുക്കൂനില്ല, നമ്മൾ എങ്ങനെ ഓതും? മ്യൂ. സമരിഹി, ഹിന് ശേഷം ഈ ഒരു ചിഹ്നം കണ്ടാൽ അവിടെ രണ്ടനക്കം നീട്ടിക്കൊടുക്കണം. ഓക്കെ, സമരിഹി. വമ, വമാൻ ഇവിടെ കുറച്ച് നീട്ടണം കേട്ടോ, രണ്ടനക്കം. അമിലത്ഹു, അമിലത്ഹു. തന് സുക്കൂന് വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഛ്, ഛ് കാറ്റ് പോകുന്നൊരു ശബ്ദം ഉണ്ടാവണം. ഓക്കെ, ഛ്, ഛ് പുറത്തേക്ക് ഇങ്ങനെ കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം തന് സുക്കൂന് കൊടുക്കാനായിട്ട്. അമിലത്ഹു ഐദീഹിം, ഐദീഹിം. ഇവിടെ നോക്കൂ, ദാലിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, അപ്പം രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഐദീഹിം. നമ്മൾ പിന്നെ ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്കവിടെ നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാം. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ ഐദീഹിം അഫലാ യശ്കുറൂൻ. ഓക്കെ, ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതാ കേട്ടോ. അഫല, ലാൻ്റെ ഉള്ളിൽ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടുക കേട്ടോ. അഫല, അഫല യശ്കുറൂൻ, അഫല യശ്കുറൂൻ. ഷീൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, യഷ് ഹാഫ് സുക്കൂന് മതി കേട്ടോ. യശ്കുറൂൻ നീട്ടി ഓതി നിർത്തുക കേട്ടോ. നമുക്ക് 36-ാമത്തെ ആയത്ത് ഒന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. സുബ്ഹാന, ബന് സുക്കൂനുണ്ട്, ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം കേട്ടോ. സുബ്. ഓക്കെ, സുബ്ഹാന. ഹന്റെ ഉള്ളിൽ ഒരു അലിഫ് ഉണ്ട്, അപ്പം ഹനെ രണ്ട് അനക്കം നീട്ടി കൊടുക്കുക. സുബ്ഹാനല്ലദീ. ഹംസത്തുൽ വസ്ലിന് ഇവിടെ ശബ്ദമില്ലല്ലോ അല്ലേ?
നടുക്ക് വരുമ്പോൾ ശബ്ദം ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ നൂനിനെ നേരെ ലാമിലേക്ക് അങ്ങ് ജോയിൻ ആക്കി. സുബ്ഹാനല്ലദീ. ലാമിന് ശബ്ദമുണ്ട് കേട്ടോ, ഒന്ന് കനപ്പിക്കണം കേട്ടോ. സുബ്ഹാനല്ലദീ. ഇവിടെ ദാലിൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഖലഖ. ഖ. ഖ തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നും വരുന്ന ലെറ്ററാണ് ഖ. ഓക്കെ. അതുപോലെ ഖ. ഖാഫ് നാവിൻ്റെ മുരട് ഭാഗത്തു നിന്നും. അപ്പോൾ ഖ. അവിടെ ഖ ഖ ഈ രണ്ട് സംഭവങ്ങളും, ഈ രണ്ട് അക്ഷരങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചോതുക കേട്ടോ. ഖലഖൽ അസ്വാജ. അസ്. സന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. അസ്വാജ. വാവിൻ്റെ അടുത്തൊരു അലിഫുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. അസ്വാജ കുല്ലഹ. ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചോദനെ. കുല്ലഹ. ഇവിടെ രണ്ടനക്കം നീട്ടി ഓതുക. കുല്ലഹ മിമ്മ. മിമ്മ. മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. മീമിൻ്റെ മുകളിലും നൂനിൻ്റെ മുകളിലും ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ചെടുക്കണം അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ മണിക്കാൻ വേണം, രണ്ടനക്ക നീട്ടേം വേണം. മീമിൻ്റെ കൂടെ മദ്ദും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ എങ്ങനെ ഓതും? മിമ്മ. ഓക്കെ. തുംബിതു. ഇവിടെ നോക്കൂ, തുംബിതു. നൂനിൻ്റെ മുകളിൽ മീമ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളിവിടെ നൂനിൻ്റെ തുൻ എന്ന് ഓതാതെ തും എന്നാക്കി മാറ്റി മറിക്കുന്നേ. നൂനിനെ മീമാക്കി മാറ്റി മറിക്കും, ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റി മറിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഈ മീമിന് ശേഷം വരുന്ന അക്ഷരം ബ ആയിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ നമ്മൾ ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റി മറിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മണിക്കുകയും കൂടെ ചെയ്യണം. മാറ്റി മറിച്ച് മണിച്ചോദനം. അപ്പം എങ്ങനെ ഇവിടെ ഓതും? തുംബിതു. തുംബിതു. ഓക്കെ, ഇങ്ങനെ ഓതുക കേട്ടോ. തുംബിതുൽ അർദു വമിൻ. നൂനുണ്ട്, നൂൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. സുക്കൂൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വ്യക്തമായിട്ട് വമിൻ എന്ന് തന്നെ ഓതണം കേട്ടോ. വമിൻ അൻഫുസിഹിം. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല കേട്ടോ, അൻ എന്ന് ഓതൂല. അൻഫു. നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചോദനം. അൻഫുസിഹിം. ഇവിടെ മീമിന് സുക്കൂനുണ്ട്, വ്യക്തമായിട്ട് ഓതണം കേട്ടോ. ഹിം. വമിമ്മ. വമിമ്മ. മീമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, കൂടെ തന്നെ മദ്ദും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ രണ്ട് അനക്കം നീട്ടുകയും വേണം, മീമിന് നന്നായിട്ട് കനപ്പിക്കുകയും വേണം. വമിമ്മ. ല. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം രണ്ടനക്കം നീട്ടിക്കൊടുക്കണേ. ലയഅലമൂൻ. ലയഅലമൂൻ. അവിടെ ഐനിന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. യഅലമൂൻ. ഓക്കെ. 37ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു നഹാറ ഫഇദാ ഹും മുസ്ലിമൂൻ. ഓക്കെ, നമുക്ക് തജ്വീദ് നിയമം നോക്കാം. വആയതു. ഹംസന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, അവിടെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. വആയതുല്ല. ആ തൻവീനു ശേഷം വന്നിട്ടുള്ള അക്ഷരം ലാമാണ്. നമ്മളിവിടെ കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കാൻ പാടില്ല. നമ്മൾ പഠിച്ചതാണ് അല്ലേ. ലാമ് റോ ഈ രണ്ട് ലെറ്റേഴ്സ് തൻവീനോ നൂനോ ശേഷം വന്നാൽ നമ്മളവിടെ കൂട്ടിച്ചേർത്ത് ഓതും, പക്ഷെ മണിക്കില്ല. വആയതുൽ ലഹുമുൽ ലൈലു. ഓക്കെ, ഇങ്ങനെ ഓതും കേട്ടോ. ലഹുമുൽ ലൈലു. ലാമിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചോതി കൊടുക്കുക. ലഹുമുൽ ലൈലു. ലഹുമുൽ ലൈലു നസ്ലഹു. നസ്. സീനിന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. നസ്ലഹു. നസ്ലഹു മിൻഹു. മിൻഹു നഹാറ. മിൻഹു നഹാറ. നൂനിന് ശ്രദ്ധയുണ്ട്, നൂനിനെ നന്നായിട്ട് മണിക്കണം കേട്ടോ.
നഹാറ മിൻഹുന്നഹാറ. ഹന് അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്ക നീട്ടിക്കൊടുക്കുക കേട്ടോ. നഹാറ. ഫഇദ, ഇവിടെ ദാലിനെ രണ്ടനക്ക നീട്ടിക്കൊടുക്കുക, അലിഫ് മദ് വന്നിട്ടുണ്ട് കൂടെ. ഫഇദ ഹും മുദ്ലിമൂൻ. ഫഇദ ഹും. മീമിന് ശേഷം മീമ് വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. അപ്പൊ എങ്ങനെ ഓതുക? ഫഇദ ഹും ഫഇദ ഹും മുദ്ലിമൂൻ.